വിഷൻ 2031 വേദിയിൽ വികാരാധീനനായി കണ്ണീരണിഞ്ഞ് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. കേരളത്തിന്റെ മതനിരപേക്ഷതയെ പുകഴ്ത്തിയ ഫാറൂഖ് അബ്ദുള്ള കശ്മീരിൽ തങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാമോ എന്ന് ചോദിച്ചു. രാജ്യത്തെ അടിച്ചമർത്തുന്നവരും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരും തോറ്റുപോകും എന്ന് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞു. ഫാസിസ്റ്റ് ശക്തികളാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് എന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഒരു വേള വികാരാധീനനായ ഫാറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രസംഗശേഷം കെട്ടിപ്പിടിക്കുകയും ചെയ്തു. And sing this loud and with pride, so that these people who think they can suppress us and destroy the democratic India will realize that the soul of nation is alive and will remain alive and will succeed one day. God bless you all. Thank you, sir. വിശദാംശങ്ങളുമായിട്ട് ദേവൻ ചേരുന്നു. ദേവൻ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? നമുക്കിപ്പോൾ ആ ശബ്ദത്തിൽ ക്ലാരിറ്റി കുറവുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ ആ വേദിയിൽ പറഞ്ഞത്? എന്തൊക്കെയാണത്? അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. സനീഷ്, ഇന്നലെ മുതലായിരുന്നു വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2031 വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളം കൈവരിക്കേണ്ട വികസന നേട്ടങ്ങളെ പറ്റിയിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു സെമിനാറും ചർച്ചകളുമായിരുന്നു നിയമസഭാംഗണത്തിൽ, ഒപ്പം തന്നെ തലസ്ഥാനത്തെ മറ്റ് വേദികളിലായി നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് സംഘടിപ്പിച്ച സെമിനാറിൽ മതനിരപേക്ഷത, ജനാധിപത്യം, സംവേദനാത്മക സർക്കാർ എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നതിൽ മുഖ്യമന്ത്രി ആയിരുന്നു അതിൽ മുഖ്യ അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഫറൂഖ് അബ്ദുള്ളയും ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട് അടക്കമുള്ള വ്യക്തികളുമെല്ലാം തന്നെ ഈ സെമിനാറിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വേദിയിൽ വെച്ചിട്ടായിരുന്നു ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള കേരളത്തിന്റെ മതനിരപേക്ഷതയെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അങ്ങനെ കേരളം എല്ലാ മതസ്ഥരെയും ഒരേ ബഹുമാനത്തോടു കൂടി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല കേരളത്തിന്റെ കേന്ദ്രം പല രീതിയിൽ കേരളത്തിനെ സാമ്പത്തികമായി എല്ലാം ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും കേരളം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വികസന നേട്ടങ്ങളിൽ ഒട്ടേറെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ജമ്മു കാശ്മീരിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടി ആ വേദിയിൽ വെച്ച് പറയുകയുണ്ടായി. ആർട്ടിക്കിൾ 370 പേരിൽ ജമ്മു കാശ്മീരിനെ രണ്ടായി വിഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്രഭരണത്തിന് കീഴിൽ ആ സംസ്ഥാനത്തെ മാറ്റുന്നു. അതിനുശേഷം സംസ്ഥാനത്തിന്റെ പൂർണ്ണ അധികാരം കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരുന്നു. അതിന് കാരണമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജമ്മു കാശ്മീർ അടക്കം തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 2019 ശേഷം ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം അവസാനിച്ചോ എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല അതിനുശേഷമാണ് പെഹൽഗാമും പുൽവാമയും അടക്കമുള്ള സംഭവങ്ങളെല്ലാം തന്നെ രാജ്യത്തുണ്ടായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ കശ്മീരിന്റെ സ്വയംഭരണാവകാശത്തെ കേന്ദ്രം അതിന്റെ അവകാശത്തെ എടുത്തു മാറ്റുമ്പോൾ പോലും രാജ്യത്ത് വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന് കേന്ദ്രത്തിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും തന്നെ വ്യക്തമായി നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്, അവിടുത്തെ കുട്ടികൾ പോലും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാമെന്നുള്ളൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാക്കുകളെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേദിയിൽ വെച്ചിട്ട് ഫാറൂഖ് അബ്ദുള്ള ഒരു ഘട്ടത്തിൽ വികാരാതീതനായി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യം ഫാസിസ്റ്റ് ശക്തികളുടെ കീഴിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഒരു വേള ആ ശക്തികളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രസംഗം അവസാനിച്ച ഉടൻ തന്നെയാണ് മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അരികിലേക്ക് എത്തിക്കൊണ്ട് ഈ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഈ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെയെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു തുടർച്ചയെന്നുള്ളതായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെയും ഈ പ്രസംഗം ആ വേദിയിൽ. ഇതിനകത്ത് ഇതേ വേദിയിൽ വെച്ചല്ലേ ഇന്നലെ മണിശങ്കർ അയ്യർ സമാനമായിട്ടുള്ള ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത്? ഇതിപ്പോൾ ഒരു ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പ് ഈ പിണറായി വിജയൻ സർക്കാരിനോടുണ്ട്. ന്യൂനപക്ഷങ്ങളാകെ തന്നെയും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് നിൽക്കുകയാണ് എന്ന ഒരു നരേഷനൊക്കെ കേരളത്തിൽ വരുന്ന സ്ഥിതിക്ക് അതിനെ മറികടക്കുക എന്ന ലക്ഷ്യം കൂടി ആയിരിക്കുമോ ഈ ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള ആളുകളെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിനും CPM-നും കാരണമായിട്ടുണ്ടാവുക? ആ കാര്യത്തിൽ അവർ വിജയിച്ചു, അല്ലെങ്കിൽ ആ നിലക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആ ഭാഗത്തു നിന്ന് വന്നു. പ്രത്യേകിച്ചും ഫറൂഖ് അബ്ദുള്ളയെ പോലെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ നിർണായക പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒപ്പം ഈ ജമ്മു കാശ്മീരിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു ആകെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവ് ഈ നിലക്ക് വന്ന് ഇങ്ങനെയൊരു സംസാരവും പിണറായി വിജയനെ കെട്ടിപ്പിടിക്കുന്ന പോലുള്ളൊരു ഗസ്റ്റിനുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ നിലക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം കൂടെയുള്ള ഒരു സംഭവമായിട്ട് മാറും, അല്ലേ?
തീർച്ചയായും സനീഷ്, അങ്ങനെ അത്തരത്തിലൊരു രാഷ്ട്രീയ മാനം കൂടി ആ ഒരു അന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ സംഭവിച്ച കാര്യത്തിൽ കൂടിയുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണിശങ്കർ അയ്യർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഈ വിഷൻ 2031 ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ നടക്കമുള്ള എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് മണിശങ്കർ അയ്യർ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഈ ആളുകൾക്കെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മണിശങ്കർ അയ്യർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അക്കാര്യം പോലും ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ആദ്യഘട്ടത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ ഈ പരിപാടി നടക്കരുതെന്നും അല്ലെങ്കിൽ അതിനെ തടയിടാനുമെല്ലാം തന്നെ ചിലർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സെഷൻ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസമായി ഈ സെമിനാർ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊന്ന് സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഒപ്പം തന്നെ പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും വിദഗ്ധരും അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷൻ 2031 സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഇന്ന് സംഘടിപ്പിച്ച ഈ സെമിനാറിന്റെ ഭാഗമായിട്ടായിരുന്നു ഫറൂഖ് അബ്ദുള്ളയും എത്തിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു മതനിരപേക്ഷതയെ പറ്റി കൂടുതൽ വാചാലനായിക്കൊണ്ടായിരുന്നു ഫറൂഖ് അബ്ദുള്ള ഇന്ന് പ്രസംഗത്തിന്റെ ആദ്യ സമയങ്ങളിലെല്ലാം തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് ഒരു പ്രത്യേക മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെല്ലാം തന്നെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സന്തുലിതാവസ്ഥ കേരളത്തിന് എപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്നു. അക്കാര്യത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെയും പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഫറൂഖ് അബ്ദുള്ള സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ കശ്മീരിന്റെ സ്ഥിതിവിശേഷം, ഒപ്പം തന്നെ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെല്ലാം വിവരങ്ങൾക്ക് ഇപ്പോൾ